ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 18ാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത്. 18ാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ഒക്കെ പ്രത്യുൽപാദന വ്യവസ്ഥയെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് പോയി കാണണേ. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ലാസ്റ്റ് ഭാഗത്തുള്ള വിലയിരുത്താന്നുള്ള ഭാഗം കൂടി നമുക്ക് ഇന്ന് നോക്കട്ടോ. അപ്പൊ എന്താണ് കോശവിഭജനം? ജീവികളിൽ 2 തരത്തിലുള്ള കോശവിഭജനം നടക്കുന്നുണ്ട്. ഇതിൽ വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജനമാണ് ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് കേട്ടോ. ബീജകോശങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്ന കോശവിഭജനമാണ് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ്. അപ്പൊ ജീവികളിൽ 2 രീതിയിലുള്ള കോശവിഭജനമാണ് നടക്കുന്നത്. ഇതിൽ വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജനമാണ് ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ്. ബീജകോശങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്ന കോശവിഭജനമാണ് ഊനഭംഗം അല്ലെങ്കിൽ മയോസിസ്. ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്താണെന്നാണ് കേട്ടോ. ഇനി ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്താണ്? ക്രമഭംഗം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് അല്ലെ. മർമ്മ വിഭജനവും അതുപോലെ കോശദ്രവ്യ വിഭജനവുമാണ് കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? ക്രമഭംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവികളിൽ വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജനമാണ് ക്രമഭംഗം. അത് 2 ഘട്ടങ്ങളായാണ് നടക്കുന്നത്. മർമ്മ വിഭജനവും അതുപോലെ കോശദ്രവ്യ വിഭജനം. മർമ്മ വിഭജനം എന്ന് പറഞ്ഞാൽ ഓരോ ജീവിയിലും നിശ്ചിത എണ്ണം ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. മനുഷ്യകോശത്തിലെ ക്രോമസോം സംഖ്യ 46 ആണ്. മർമ്മം വിഭജിക്കുമ്പോൾ ക്രോമസോമുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ജീവിയിലും നിശ്ചിത എണ്ണം ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. മനുഷ്യകോശത്തിലെ ക്രോമസോമിന്റെ സംഖ്യ എത്രയാണ്? 46 ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 46 ആണ് മനുഷ്യകോശത്തിലെ ക്രോമസോം സംഖ്യ. എത്രയാണ്? 46 ആണ്. അപ്പൊ ഓരോ ജീവിവർഗത്തിലും ക്രോമസോമുകളുടെ എണ്ണം കൃത്യമായിരിക്കും കേട്ടോ. അപ്പൊ മനുഷ്യകോശങ്ങളിൽ നമ്മൾ പറഞ്ഞു 46 ക്രോമസോമുകളാണ് ഉള്ളത്. അപ്പൊ കോശ വിഭജന സമയത്ത് മർമ്മം വിഭജിക്കുമ്പോൾ ഈ ഒരു എണ്ണത്തിൽ മാറ്റം വരുന്നില്ല കേട്ടോ. മാറ്റം വരാതെ സംരക്ഷിക്കപ്പെടേണ്ടത് എന്താണ്? ജീവന്റെ തുടർച്ചയ്ക്ക് അനിവാര്യമാണ്. ഈ ഒരു 46 എന്നുള്ള ഈ ഒരു നമ്പർ എന്താണ്? സ്ഥിരമായിരിക്കും. മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ സംഖ്യ എപ്പോഴും 46 ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു എന്താണ് കോശത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 3 ഭാഗങ്ങൾ കാണാൻ പറ്റും. ക്രൊമാറ്റിൻ ജാലിക കാണാൻ പറ്റും. പിന്നെ മർമ്മകം തന്നിട്ടുണ്ട്. മർമ്മക സ്തരവും പറയുന്നുണ്ട്. ഓക്കെ. ഇനി മർമ്മ വിഭജനത്തിന് മുന്നോടിയായി മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജനിതക വസ്തുക്കൾ ഇരട്ടിക്കുന്നുണ്ട് കേട്ടോ. മർമ്മ വിഭജനത്തിന് മുന്നോടിയായിട്ട് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജനിതക വസ്തുക്കൾ ഇരട്ടിക്കുന്നുണ്ട്. ഇനി ഇവിടെ കോശ വിഭജനത്തിന്റെ പ്രധാന ഘട്ടങ്ങളാണ് തന്നിട്ടുള്ളത് കേട്ടോ. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. ഓക്കെ. പ്രൊഫേസ് എന്ന് പറഞ്ഞാൽ ക്രൊമാറ്റിൻ ജാലിക കുറുകി തടിച്ച് ക്രോമസോമുകളായിട്ട് മാറാണ്. അപ്പൊ നമുക്ക് ഈ മർമ്മത്തിൽ കാണാൻ പറ്റുന്ന ക്രൊമാറ്റിൻ ജാലിക കുറുകി തടിച്ച് ക്രോമസോമുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? 2 ഭാഗങ്ങളാണ് ഈ ഒരു ക്രോമസോമിന് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്രൊമാറ്റിഡും അതുപോലെ സെൻട്രോമിയറും കേട്ടോ. ക്രൊമാറ്റിഡും സെൻട്രോമിയറും. അടുത്തത് മെറ്റാഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്രോമസോമുകള് കോശത്തിന്റെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കപ്പെടും കേട്ടോ. ക്രോമസോമുകള് കോശത്തിന്റെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? മെറ്റാഫേസിലാണ്. അടുത്ത അനാഫേസിലോ? ഈ ക്രൊമാറ്റിഡുകള് നമുക്ക് കാണാൻ പറ്റും. 2 ഭാഗങ്ങളാണെന്ന് പറഞ്ഞു അല്ലെ ക്രോമസോമിന്. ക്രൊമാറ്റിഡും സെൻട്രോമിയറും. ഈ ക്രൊമാറ്റിഡുകള് വേർപിരിഞ്ഞ് പുത്രികാ ക്രോമസോമുകളായിട്ട് കോശത്തിന്റെ 2 ധ്രുവങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഓക്കെ. ഈ ഫേസിനാണ് അനാഫേസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റേജ്. അതായത് ടീലോഫേസ് ആണ്. ടീലോഫേസിൽ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികളായിട്ട് മാറുന്നു. പുത്രികാ മർമ്മങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഏതാണ് ക്രമം? പ്രൊഫേസ് കഴിഞ്ഞാൽ മെറ്റാഫേസ്, പിന്നെ അനാഫേസ്, പിന്നെ ടീലോഫേസ്. അപ്പൊ എന്തൊക്കെയാണ് സൂചകങ്ങള്? അതായത് ഈ ഒരു ചിത്രീകരണത്തിൽ കൊടുത്തതാണ് ക്രോമസോമുകളുടെ രൂപീകരണം. എന്താ നമ്മൾ പറഞ്ഞ ക്രോമസോമുകളുടെ രൂപീകരണം? അതായത് പ്രൊഫേസ് ഘട്ടത്തിൽ മർമ്മത്തിനുള്ളിലെ ക്രൊമാറ്റിൻ ജാലികകൾ ചുരുണ്ടുകൂടി ക്രോമസോമുകളായിട്ട് മാറുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ക്രോമസോമിലും 2 ക്രൊമാറ്റിഡുകളും അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സെൻട്രോമിയറും ഉണ്ടായിരുന്നു.
ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ഘട്ടത്തിൽ കണ്ടത്. അതാണ് ക്രോമസോമുകളുടെ രൂപീകരണം എന്ന് പറയുന്നില്ല. ഇനി മർമ്മ വിഭജനത്തിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയായിരുന്നു? പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് അല്ലെ. പ്രൊഫേസ് നമ്മൾ പറഞ്ഞു ക്രോമസോമുകൾ രൂപപ്പെടുന്ന, പിന്നെ മെറ്റാഫേസിലോ ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കപ്പെടുന്ന ഘട്ടമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ അനാഫേസ് ആണ് അല്ലെ. അപ്പൊ ക്രോമാറ്റിഡുകൾ വേർപിരിഞ്ഞ് വിപരീത ധ്രുവങ്ങളിലേക്ക് നീങ്ങുക ചെയ്യുന്നത്. ടീലോഫേസിലോ പുത്രികാ മർമ്മങ്ങൾ രൂപം കൊള്ളുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് മർമ്മ വിഭജനത്തിന്റെ ഘട്ടങ്ങൾ. ഓക്കെ, ഇനി ക്രോമസോം സംഖ്യ നമുക്കറിയാം. കോശത്തിലും എന്താണ് മാതൃകോശത്തിലെയും പുത്രികാ മർമ്മത്തിലെയും ക്രോമസോം സംഖ്യ നമുക്കറിയാം. എന്താണ് മാതൃകോശത്തിൽ അത്രയും തന്നെ ക്രോമസോമുകളാണ് പുത്രികാ മർമ്മത്തിലും എന്താണ് ഉള്ളത് അല്ലെ. അതായത് മാതൃകോശത്തിൽ 46 ക്രോമസോമുകൾ ഉണ്ടെങ്കിൽ പുത്രികാ മർമ്മങ്ങളിൽ എന്താണ് 46 എണ്ണം വീതം ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ മാറ്റം ഉണ്ടാവാൻ എന്താണ് ഒരു മാതൃകോശത്തിൽ നിന്നും 2 പുത്രികാ മർമ്മങ്ങളാണ് രൂപപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കോശദ്രവ്യ വിഭജനാണ് കേട്ടോ. മർമ്മ വിഭജനത്തെ തുടർന്ന് കോശദ്രവ്യം കൂടി വിഭജിക്കുമ്പോഴേ കോശ വിഭജന പ്രക്രിയ പൂർണ്ണമാവുകയുള്ളൂ. ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും മർമ്മ വിഭജനം നടക്കുന്നുണ്ട്. ഓക്കെ, ചിത്രീകരണമാണ് തന്നിട്ടുള്ളത്. ഇനി ഈ ഒരു ചിത്ര വിശകലനം ചെയ്ത് ജന്തുക്കളിലെയും കോശദ്രവ്യ വിഭജനത്തിന്റെ വ്യത്യാസം കണ്ടെത്താൻ പറയുന്നുണ്ട്. എന്താ ചിത്രത്തിൽ തന്നിട്ടുള്ളത്? ഫസ്റ്റ്, പ്ലാസ്മസ്തരം കോശത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഉള്ളിലേക്ക് മടങ്ങുന്നു. ഈ ഒരു ഉൾവലിന്റെ പ്ലാസ്മസ്തര ഭാഗങ്ങൾ കൂടിച്ചേർന്ന് കോശദ്രവ്യം വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. പുത്രികാ കോശങ്ങളായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പൊ ഇത് സസ്യകോശത്തിലെ കോശദ്രവ്യ വിഭജനമാണ് കേട്ടോ. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സസ്യകോശങ്ങൾക്ക് കടുപ്പമേറിയ കോശഭിത്തി ഉണ്ടാവും കേട്ടോ. കോശഭിത്തി എന്നാണ് ഇത് പറയാ. പുറത്തുള്ള ഈ ഒരു ഭാഗത്തെയാണ് കോശഭിത്തി എന്ന് പറയാ. ഈ സസ്യകോശങ്ങൾക്ക് മാത്രമുള്ളതാണ് കേട്ടോ. ജന്തുകോശങ്ങളെ പോലെ പ്ലാസ്മ സ്ഥലം ഉള്ളിലേക്ക് മടങ്ങാൻ സാധിക്കില്ല. അതിന് പകരം സസ്യകോശങ്ങളിൽ വിഭജനം നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ്? സെൽ പ്ലേറ്റ് രൂപീകരണമാണ് ആദ്യം നടക്കുന്നത് കേട്ടോ. സെൽ പ്ലേറ്റ് രൂപീകരണമാണ് നടക്കുന്നത്. അതായത് മർമ്മ വിഭജനത്തിന് ശേഷം 2 പുത്രികാ മർമ്മങ്ങൾക്കും ഇടയിലായി കോശത്തിന്റെ മധ്യഭാഗത്ത് ചെറിയ കുമിളകൾ നിരനിരയായിട്ട് വന്ന് ചേരുക ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് സെൽ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു സംഭവത്തെയാണ് സെൽ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി കോശദ്രവ്യത്തിന്റെ വിഭജനം എങ്ങനെയാണ്? ഈ ഒരു സെൽ പ്ലേറ്റ് മധ്യഭാഗത്ത് നിന്നും ഇരുവശങ്ങളിലേക്കും പുറത്തേക്ക് വളരുകയാണ് ചെയ്യുന്നത് കേട്ടോ. പുറത്തേക്ക് വളർന്ന് അതായത് ഇത് ക്രമേണ നിലവിലുള്ള കോശഭിത്തിയുമായിട്ട് ചേർന്ന് ചെന്ന് മുട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നതാണ് മൂന്നാമത്തെ ചിത്രത്തിലെ. അതായത് സെൽ പ്ലേറ്റ് പൂർണ്ണമായിട്ട് രൂപപ്പെടുന്നതോടെ കോശദ്രവ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 2ആയിട്ട് വിഭജിക്കപ്പെട്ട് 2 പുതിയ സസ്യകോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു സെൽ പ്ലേറ്റ് പിന്നീട് പുതിയ കോശഭിത്തിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നടക്കുന്നത് സെൽ പ്ലേറ്റ് രൂപീകരണമാണ്. പിന്നീടാണ് എന്ത് പുത്രികാകോശങ്ങൾ ഉണ്ടാവുന്നത്. സെൽ പ്ലേറ്റ് രൂപീകരണം, പിന്നെ കോശദ്രവ്യത്തിന്റെ വിഭജനം, പിന്നീട് പുത്രികാകോശങ്ങളെ രൂപപ്പെടുന്നു. ഇപ്പൊ പുത്രികാ മർമ്മങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സെൽ പ്ലേറ്റ് കോശദ്രവ്യത്തെ 2ആയിട്ട് വിഭജിക്കുന്നതാണ് കേട്ടോ. ഇനി ക്രമഭംഗത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ജന്തുകോശങ്ങളിലെയും സസ്യകോശങ്ങളിലെയും ദ്രവ്യ വിഭജനത്തിലെ വ്യത്യാസം കണ്ടെത്താനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ പറയാൻ പറ്റും? എന്തൊക്കെയാണ്? അതായത് നമുക്ക് പറയാം, ജന്തുകോശത്തിലെ പ്ലാസ്മസ്തരം മധ്യഭാഗത്ത് ഉള്ളിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ സസ്യകോശത്തിലോ മധ്യഭാഗത്ത് കോശസ്തരങ്ങൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി പുറമേ നിന്ന് ഉള്ളിലേക്കാണ് ദിശയുള്ളത്. എന്നാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് സസ്യകോശത്തിലെ കോശവിഭജനം നടക്കുന്നത്. ഇനി ഇവിടെ ഒരു ചിത്രീകരണമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പട്ടിക നമ്മളോട് പിന്നെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, നോക്കാം. അപ്പൊ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? മൈറ്റോസിസ് മർമ്മ വിഭജനവും അതുപോലെ കോശദ്രവ്യ വിഭജനവുമാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. നോക്കാം. മർമ്മ വിഭജനത്തിലെ ഫസ്റ്റ് ഘട്ടം നമുക്ക് എന്തായിരുന്നു? മർമ്മ വിഭജനം നമ്മൾ പറയാം. മർമ്മ വിഭജനം എന്താണ്? നമുക്ക് മൈറ്റോസിസ് 2 ഘട്ടങ്ങളാന്ന് പറഞ്ഞു. മർമ്മ വിഭജനവും കോശദ്രവ്യ വിഭജനവും. മർമ്മ വിഭജനത്തിന് നമുക്കറിയാം എന്താണ് 4 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് അല്ലെ. ഒന്ന് നമുക്കറിയാം എന്താണ്? ഫസ്റ്റ് പ്രൊഫേസ് ആണ്. പ്രൊഫേസിൽ എന്താണ്? ക്രോമാറ്റിൻ ജാലികൾ ക്രോമസോമുകളായിട്ട് മാറാം കേട്ടോ. ക്രോമസോമുകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. സോമുകള് രൂപീകരിക്കുന്നു. ഓക്കെ,
പിന്നീട് ഈ ക്രോമസോമുകൾ എന്താണ്? രണ്ടാമത്തെ നമുക്കറിയാം ഏതാ? മെറ്റാഫേസ് ആണല്ലേ. മെറ്റാഫേസിലാണ് ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് ക്രമീകരിക്കപ്പെടുന്നത്. മൂന്നാമത്തത് അനാഫേസ് ആണ്. അനാഫേസിൽ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ് വിപരീത ധ്രുവങ്ങളിലേക്ക് നീങ്ങുക ചെയ്യുന്നുണ്ട്. ക്രൊമാറ്റിഡുകൾ വേർപിരിയാണ് ചെയ്യുന്നത്. ക്രൊമാറ്റിഡുകൾ വേർപിരിയാണ് ചെയ്യുന്നത്. ക്രൊമാറ്റിഡുകളും നാലാമത്തത് നമുക്കറിയാം ടീലോഫേസ് ആണ്. അതായത് പുത്രികാമർമ്മങ്ങൾ രൂപപ്പെടുന്നു. പുത്രികാമർമ്മങ്ങൾ രൂപപ്പെടുന്നു. ഓക്കെ. അപ്പൊ അടുത്തത് കോശദ്രവ്യ വിഭജനാണ്. കോശദ്രവ്യ വിഭജനത്തിൽ രണ്ട് സസ്യകോശത്തിലും ജന്തുകോശത്തിലും പറയുന്നുണ്ട്. അപ്പൊ സസ്യകോശത്തിന് നമുക്കറിയാം രണ്ട് പുത്രികാമർമ്മങ്ങൾക്കിടയിൽ സെൽ പ്ലേറ്റ് രൂപപ്പെടാൻ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. സെൽ പ്ലേറ്റ്. ഓക്കെ. പിന്നീട് സെൽ പ്ലേറ്റ് രൂപപ്പെടുന്നതിന് പിന്നീട് സെൽ പ്ലേറ്റ് ഇരുവശങ്ങളിലേക്ക് വളർന്ന് കോശഭിത്തിയുമായിട്ട് യോജിക്കുകയാണ്. പിന്നീട് കോശദ്രവ്യം വിഭജിക്കപ്പെട്ട് രണ്ട് പുത്രികാകോശങ്ങൾ ഉണ്ടാകുകയാണ് സസ്യകോശത്തിൽ. ജന്തുകോശം എടുക്കുന്നതിന്റെ പ്ലാസ്മസ്തരം കോശത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഉള്ളിലേക്ക് മടങ്ങുന്നു. ഉൾവലിന്റെ പ്ലാസ്മസ്തര ഭാഗങ്ങൾ കൂടിച്ചേർന്ന് കോശദ്രവ്യം വിഭജിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് മൈറ്റോസിസ് കേട്ടോ. ശരീര വളർച്ചാ കലകളുടെ കേടുപാടുകൾ പരിഹരിക്കൽ എന്നിവയെ സഹായിക്കുന്ന കോശവിഭജനമാണ് ക്രമഭംഗം. ക്രമഭംഗം വഴി ഉണ്ടാകുന്ന പുത്രികാകോശങ്ങളിൽ ക്രോമസോം സംഖ്യയിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് ആണ്. ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ്. ഇനി ഒരു കുട്ടിയുടെ സംശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്രമഭംഗം വഴിയാണ് ലിംഗകോശങ്ങൾ രൂപപ്പെടുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കുട്ടിയുടെ സംശയം? ശ്രദ്ധിച്ചുവല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, അതായത് ക്രമഭംഗം വഴിയാണ് ലിംഗകോശങ്ങൾ രൂപപ്പെടുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ക്രമഭംഗം വഴിയാണ് ലിംഗകോശങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ബീജകോശങ്ങളിൽ 46 ക്രോമസോമുകൾ വീതം ഉണ്ടാവും കേട്ടോ. അങ്ങനെയെങ്കിൽ സ്ത്രീ ബീജവും പുരുഷ ബീജവും ചേരുമ്പോൾ ഉണ്ടാകുന്ന കുട്ടിക്ക് എന്താണ് 46 + 46 = 92 ക്രോമസോമുകൾ ഉണ്ടാവും കേട്ടോ. ഇത് ഓരോ തലമുറ കഴിയുമ്പോഴും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ മനുഷ്യവർഗത്തിന്റെ തനിമ നഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇത് ഒഴിവാക്കി ക്രോമസോം സംഖ്യ സ്ഥിരമായി നിലനിർത്താനാണ് പ്രകൃതി ഊനഭംഗം എന്ന രീതി ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇതാ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഇവിടെ പറയുന്നത്. അതായത് ലൈംഗിക അവയവങ്ങളിലെ ബീജോത്പാദക കോശങ്ങൾ 46 എന്താണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവും? 92 ഉണ്ടാവും കേട്ടോ. 92 ക്രോമസോമുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഊനഭംഗ ഘട്ടാണ് ഇനി അടുത്ത് കേട്ടോ. ഊനഭംഗത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ക്രോമസോം സംഖ്യ പകുതിയാകുക ചെയ്യുന്നത് കേട്ടോ. ഊനഭംഗത്തില് എന്താണ് ക്രോമസോം സംഖ്യ പകുതിയായിട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് എന്താണ്, മാതൃകോശത്തിന് 46 ക്രോമസോമുകൾ ഉണ്ടെങ്കിൽ ഊനഭംഗം വഴി ഉണ്ടാകുന്ന പുത്രികാകോശങ്ങളിൽ അവ 23 ആയിട്ട് കുറയുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഊനഭംഗം എന്ന് വിളിക്കുന്നത്. കോശങ്ങളുടെ എണ്ണം ഒരു മാതൃകോശം വിഭജിച്ച് 4 പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അവ 2 ഘട്ടങ്ങളാണ്. ഊനഭംഗ ഘട്ടം, ഘട്ടം 1, ഘട്ടം 2 എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ കാണാൻ പറ്റും. ലൈംഗിക അവയവങ്ങളിലെ ബീജോത്പാദക കോശങ്ങളിൽ നടക്കുന്ന ഊനഭംഗത്തിന്റെ ഫലമായാണ് ബീജകോശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഊനഭംഗത്തിലൂടെയാണ് ഇത് ബീജകോശങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. ഊനഭംഗത്തിന് 1-ാം ഘട്ടത്തിൽ ബീജോത്പാദക കോശം വിഭജിച്ച് 23 ക്രോമസോമുകൾ വീതമുള്ള 2 പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നു. തുടർന്ന് ഈ 2 പുത്രികാകോശങ്ങളും വീണ്ടും വിഭജിക്കുന്നു. ഇതാണ് ഊനഭംഗം 2-ാം ഘട്ടം. രണ്ടാമത്തെ വിഭജനം ക്രമഭംഗത്തിന് സമാനമാണ്. ഈ വിഭജനത്തിന്റെ ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഊനഭംഗത്തിന്റെ ഫലമായി വൃഷണത്തിലെ ഒരു ബീജോത്പാദക കോശത്തിൽ നിന്നും 23 ക്രോമസോമുകൾ വീതം ഉള്ള 4 പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നു. ഇവ പൂംബീജങ്ങളായിട്ട് മാറുന്നു. അണ്ഡാശയത്തിലെ ബീജോത്പാദക കോശങ്ങളിൽ ഊനഭംഗം നടക്കുമ്പോൾ ഒരു വലിയ അണ്ഡകോശവും 3 ചെറിയ കോശങ്ങളുമാണ് ഉണ്ടാകുന്നത്. അപ്പൊ പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത ഈ ചെറിയ കോശങ്ങൾ പോളാർ ബോഡി എന്നറിയപ്പെടുന്നു. ഓക്കെ. ഇവിടെ കാണാൻ പറ്റും പോളാർ ബോഡി. എന്താണ് പോളാർ ബോഡി? നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞു സ്ത്രീകളിൽ ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് വഴി അണ്ഡം രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വളരെ ചെറിയ കോശങ്ങളെയാണ് പോളാർ ബോഡി എന്ന് പറയുന്നത് കേട്ടോ. അതായത്
ഊനഭംഗ സമയത്ത് കോശദ്രവ്യം തുല്യമായിട്ടല്ല വിഭജിക്കപ്പെടുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ തുല്യമായിട്ടല്ല വിഭജിക്കപ്പെടുന്നത്. ഇതിന്റെ ഫലമായി കൂടുതൽ കോശദ്രവ്യമുള്ള ഒരു വലിയ കോശവും അതായത് അതാണ് പിന്നീട് അണ്ഡമായിട്ട് മാറുന്നത് കേട്ടോ. എന്നാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം കോശദ്രവ്യമുള്ള ഒന്നോ രണ്ടോ ചെറിയ കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ചെറിയ കോശങ്ങളാണ് പോളാർ ബോഡി എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ പറ്റും. പക്ഷെ എന്താണ്, ഒരു അണ്ടത്തെ പോലെ തന്നെ പോളാർ ബോഡിയിലും പകുതി എണ്ണം ക്രോമസോമുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഇവിടെ 23 ആണെങ്കിൽ ഇവിടെ രണ്ടിലും നമുക്ക് കാണാൻ പറ്റും 23. ഓക്കെ, ഈ പോളാർ ബോഡിയുടെ ധർമ്മം എന്താണ്? പോളാർ ബോഡിക്ക് പ്രത്യുൽപാദനത്തിൽ നേരിട്ട് പങ്കൊന്നുമില്ല. പക്ഷെ അണ്ടൻ രൂപപ്പെടുന്ന പ്രക്രിയയിൽ അധികമുള്ള ക്രോമസോമുകളെ പുറന്തള്ളുക എന്നതാണ് കേട്ടോ ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, വിശദാംശങ്ങൾ എന്താണ്? ഏത് കോശങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ക്രമഭംഗം ഏത് കോശങ്ങളിലാണ് നടക്കുന്നത്? നമുക്കറിയാം സാധാരണയായിട്ട് എന്താണ് ശരീരത്തിലെ സാധാരണ കോശങ്ങളിലാണ് കേട്ടോ ക്രമഭംഗം നടക്കുന്നത്. ശരീരത്തിലെ സാധാരണ കോശങ്ങളിലാണ്. ഊനഭംഗം നടക്കുന്നത് നമുക്കറിയാം ലിംഗ കോശങ്ങളിലാണ് ഊനഭംഗം നടക്കുന്നത് കേട്ടോ. ജനന കോശങ്ങൾ അല്ലെങ്കിൽ ബീജോത്പാദക കോശങ്ങളിലാണ്, ജനന കോശങ്ങളിൽ അല്ലെങ്കിൽ ബീജോത്പാദക കോശങ്ങളിലാണ് ഇത് ഊനഭംഗം നടക്കുന്നത് കേട്ടോ. ജനന കോശങ്ങളിൽ. ഇനി ക്രോമസോം സംഖ്യയിലെ വ്യതിയാനം എന്താണ്? ക്രോമസോം സംഖ്യയിലെ വ്യതിയാനം ഇവിടെ എന്താണ്? ക്രമഭംഗത്തിൽ മാറ്റം ഉണ്ടാവില്ല. മാതൃകോശത്തിന് തുല്യമായിരിക്കും കേട്ടോ, മാറ്റമില്ല. മാതൃകോശത്തിന് തുല്യമായിരിക്കും. എന്നാൽ ഊനഭംഗത്തിലോ പകുതിയായിട്ട് കുറയാ ചെയ്യുന്നുണ്ട്. 46 ഉള്ളത് 23 ആവുന്നത്. പകുതിയാവും. ഇനി പുത്രികാ കോശങ്ങളുടെ എണ്ണം ക്രമഭംഗത്തിലോ? പുത്രികാ കോശങ്ങൾ 2 എണ്ണമാണ് ഉണ്ടാവുന്നത്. ഊനഭംഗത്തിൽ 4 പുത്രികാ കോശങ്ങളാണ് ഉണ്ടാവുന്നത്. പ്രാധാന്യം നോക്കാം. ക്രമഭംഗത്തിന്റെ പ്രാധാന്യം എന്താണ്? ശരീര വളർച്ച, മുറിവുണങ്ങൽ, അതുപോലെ കലകളുടെ പുനർനിർമ്മാണം, ഇതിനൊക്കെ എന്താണ്? ക്രമഭംഗം അത്യാവശ്യമാണ്. അപ്പൊ ശരീര വളർച്ച, അതുപോലെ മുറിവുകൾ ഉണങ്ങാൻ കേട്ടോ, മുറിവ് ഉണങ്ങാൻ, അതുപോലെ പിന്നെ കലകളുടെ പുനർനിർമ്മാണം. ഓക്കെ, എന്നാല് ഊനഭംഗത്തിന്റെ പ്രത്യേകത എന്നാ? ബീജകോശങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്ന ജീവജാലങ്ങളിൽ തലമുറകളിൽ ക്രോമസോം സംഖ്യ വ്യത്യാസമില്ലാതെ നിലനിർത്തുവാൻ സഹായിക്കുന്നത് ഏത് ഘട്ടാണ്? ഊനഭംഗമാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇരട്ടകൾ. മനുഷ്യരെ ചിലപ്പോൾ ഒരു പ്രസവത്തിൽ തന്നെ 2 കുട്ടികൾ ജനിക്കാറില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇനി ഇവിടെ കൊടുത്തത് സമജാത ഇരട്ടകളും സഹജാത ഇരട്ടകളും. സമജാത ഇരട്ടകൾ എന്ന് പറഞ്ഞാല് സന്താനങ്ങളുടെ ബാഹ്യ പ്രകൃതം, പാരമ്പര്യ ഘടകം ഇവ ഒരുപോലെ ആയിരിക്കും കേട്ടോ. ബാഹ്യ പ്രകൃതം കാണാനൊക്കെ ഒരുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് സ്വഭാവമൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഒരേ ലിംഗത്തിൽ പെട്ടവരായിരിക്കും കേട്ടോ. സമജാത ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ ഒരേ ലിംഗത്തിൽ പെട്ടവരായിരിക്കും. അപ്പൊ ഗർഭാശയത്തിലേക്ക് എത്തിച്ചേർന്നതിന് മുമ്പ് സിക്താണ്ഡം 2ആയിട്ട് വിഭജിച്ച് വേർപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇതിന് കാരണം? ഗർഭാശയത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് സിക്താണ്ഡം 2ആയിട്ട് വിഭജിച്ച് വേർപ്പെടുകയാണ്. ഓക്കെ, ഇനി ഇവിടെ സഹജാത ഇരട്ടകൾ. സന്താനങ്ങളുടെ ബാഹ്യപ്രകൃതം, പാരമ്പര്യ ഘടകങ്ങൾ ഇവ ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. ഒരേ ലിംഗത്തിൽ പെട്ടവരാവണമെന്നുമില്ല. 2 അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അവ ഓരോന്നും വെവ്വേറെ പുരുഷ ബീജങ്ങളുമായിട്ട് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സഹജാത ഇരട്ടകൾ ഉണ്ടാകുന്നത്. ഇനി സയാമീസ് ഇരട്ടകൾ നോക്കാം. സയാമീസ് ഇരട്ടകൾ എന്താണ്? ബീജ സംയോഗത്തിന് ശേഷം അണ്ഡത്തിന്റെ അപൂർണ വിഭജനമാണ് ഇതിന് കാരണം കേട്ടോ. വിഭജിച്ച് വേർപെട്ട സിക്താണ്ഡം വീണ്ടും കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരീരഭാഗങ്ങൾ കൂടിച്ചേർന്നിരിക്കും. ഒരേ ലിംഗത്തിൽ തന്നെ പെട്ടവരായിരിക്കും. സന്താനങ്ങളുടെ ബാഹ്യപ്രകൃതം, പാരമ്പര്യ ഘടകങ്ങൾ ഇവ ഒരുപോലെ ആയിരിക്കും കേട്ടോ. ഇതാണ് സയാമീസ് ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ. സയാമീസ് ഇരട്ടകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ബീജ സംയോഗത്തിന് ശേഷം അണ്ഡത്തിന്റെ അപൂർണ വിഭജനമാണ് കേട്ടോ. വിഭജിച്ച് വേർപെട്ട സിക്താണ്ഡം വീണ്ടും കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേബിൾ ആണ് തന്നിട്ടുള്ളത്, അത് ഫില്ല് ചെയ്യാനാണ്. എന്താണ് സഹജാത ഇരട്ടകൾ, സമജാത ഇരട്ടകൾ, സയാമീസ് ഇരട്ടകൾ? ഇവരുടെ ഏതാണ് ഓരോ കാര്യങ്ങൾ നോക്കാം. രൂപപ്പെടുന്ന വിധം, അതുപോലെ രൂപസാദൃശ്യം, പാരമ്പര്യ ഘടകങ്ങൾ, ലിംഗപരമായ സവിശേഷത ആണ് കേട്ടോ. അപ്പൊ സഹജാത ഇരട്ടകൾ നമ്മൾ രൂപപ്പെടുന്ന വിധം നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സഹജാത ഇരട്ടകള് എന്തായിരുന്നു? 2 അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഓരോന്നും വെവ്വേറെ പുരുഷ ബീജങ്ങളുമായിട്ട് കൂടിച്ചേരാൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് സഹജാത ഇരട്ടകളുടെ രൂപീകരണം നമ്മൾ പറഞ്ഞു. ഓക്കെ,
പിന്നെന്താണ് രൂപസാദൃശ്യം നമ്മൾ പറഞ്ഞു ഒരുപോലെ ആയിരിക്കില്ല, പാരമ്പര്യ ഘടകങ്ങളും ഒരുപോലെ ആയിരിക്കില്ല, ലിംഗപരമായ സവിശേഷത എന്താണ് അതും ഒരുപോലെ ആവണമെന്നില്ല അല്ലെ. ഇനി സമജാത ഇരട്ടകൾ എന്തായിരിക്കും? രൂപപ്പെടുന്ന വിധം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? രൂപപ്പെടുന്ന വിധമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഗർഭാശയത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് സിക്താണ്ഡം രണ്ടായിട്ട് വിഭജിച്ച് വേർപെടാണ് എന്ത് സമജാത ഇരട്ടകളുടെ കേസിൽ. പക്ഷെ അവർ തമ്മിലുള്ള രൂപസാദൃശ്യം ഉണ്ടാവും, പാരമ്പര്യ ഘടകങ്ങൾ ഒരുപോലെ ആയിരിക്കും, ലിംഗപരമായ സവിശേഷത ഒരേ ലിംഗത്തിൽപ്പെട്ടവരും ആയിരിക്കും. ഇനി സയാമീസ് ഇരട്ടകൾ നമ്മൾ രൂപപ്പെടുന്ന വിധം എന്താണ്? ബീജ സംയോഗത്തിന് ശേഷം അണ്ഡത്തിന്റെ അപൂർണ വിഭജനാണ് അല്ലെ. അതായത് വിഭജിച്ച് വേർപെട്ട സിക്താണ്ഡം വീണ്ടും കൂടിച്ചേരാണ് ചെയ്യുന്നത്. രൂപസാദൃശ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഒരേ ബാഹ്യപ്രകൃതായിരിക്കും, പാരമ്പര്യ ഘടകങ്ങളും ഒക്കെ ഒരുപോലെ ആയിരിക്കും കേട്ടോ. ശരീരഭാഗങ്ങൾ പിന്നെ നമ്മൾ പറഞ്ഞു പാരമ്പര്യ ഘടകങ്ങൾ ഒക്കെ ഒരുപോലെ ആയിരിക്കും, അതുപോലെ ഒരേ ലിംഗത്തിൽപ്പെട്ടവരായിരിക്കും കേട്ടോ. ശരീര ഭാഗങ്ങൾ കൂടിച്ചേർന്നിരിക്കും. ഇനി മനുഷ്യരിലെ വളർച്ചാ ഘട്ടങ്ങളാണ് കേട്ടോ. നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ഈ ഘട്ടത്തിന്റെ സവിശേഷത എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കൗമാരാണ് അല്ലെങ്കിൽ അഡോൾസൻസിന്റെ ഘട്ടങ്ങളാണ് തന്നിട്ടുള്ളത്, പ്രത്യേകതകളാണ് തന്നിട്ടുള്ളത്. എന്താണ്? 10 മുതൽ 19 വയസ്സ് വരെയുള്ളതാണ് കേട്ടോ. അതായത് ബാല്യത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്ന കാലഘട്ടമല്ലേ. അതുപോലെ എന്താണ്? ലൈംഗിക അവയവങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുന്നു, ത്വക്കിലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നു, ഉയരം, ശരീരഭാരം എന്നിവ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വർധനവ്, അതുപോലെ മാനസികവും വൈകാരികവുമായ മാറ്റങ്ങൾ, തലച്ചോറിന്റെ വികാസം, ഇതൊക്കെ എന്താണ്? ഈ ഒരു കൗമാരഘട്ടത്തിലുള്ള പ്രത്യേകതകളാണ് കേട്ടോ. കൗമാരകാലത്ത് ശാരീരിക മാനസിക മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങൾ പെൺകുട്ടികളിൽ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നതിനാൽ പെൺകുട്ടികളിലെ കൗമാരഘട്ട വളർച്ച ആൺകുട്ടികളെ അപേക്ഷിച്ച് വേഗത്തിൽ നടക്കുന്നുണ്ട്. അടുത്ത ഹെഡിംഗ് ആണ് പ്യൂബർട്ടി. സന്താനോൽപാദന സജ്ജരായ വ്യക്തികളാകുന്നതിന്റെ ഭാഗമായി കൗമാരഘട്ടത്തിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളാണ് എന്ത്? പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ കേട്ടോ. സന്താനോൽപാദന സജ്ജരായ വ്യക്തികളാകുന്നതിന്റെ ഭാഗമായിട്ട് കൗമാരഘട്ടത്തിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റമാണിത്. ഇനി കൗമാരകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. കൗമാര കാലഘട്ടത്തിൽ ലൈംഗിക ഹോർമോണുകളായ ആൻഡ്രോജന്റെ ഉൽപാദനം കൂടുന്നു. ഇതിന്റെ ഫലമായിട്ട് ത്വക്കിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണമയമുള്ള പദാർത്ഥമായ സെബത്തിന്റെ ഉൽപാദനം കൂടുന്നു കേട്ടോ. അപ്പൊ ത്വക്കിലെ നിർജീവ കോശങ്ങളും സെബവും അടിഞ്ഞുകൂടിയാണ് മുഖക്കുരു ഉണ്ടാകുന്നത്. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഓക്കെ. ഇനി പുറമോടിയാണ് വ്യക്തിത്വം എന്ന് ധരിച്ച് അമിതമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അശാസ്ത്രീയ വ്യായാമ മുറകൾ പിന്തുടരുന്നതും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ശരീരം മെലിയാനായി ഭക്ഷണത്തിന് അളവ് അമിതമായി കുറയ്ക്കുന്നത് നിമിത്തം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അനോറെക്സിയ പോലുള്ള രോഗങ്ങൾക്ക് ഇടയാക്കുന്നു. അപ്പൊ അനോറെക്സിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അനോറെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ശരീരം മെലിയാനായിട്ട് ഭക്ഷണത്തിന്റെ അളവ് അമിതമായിട്ട് കുറയ്ക്കുന്നത് കാരണം ഭക്ഷണത്തോടുള്ള വിരക്തി തോന്നുന്ന ഒരു രോഗമാണ് അനോറെക്സിയ എന്ന് പറയുന്നത്. ഇനി കൗമാരത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് അനുയോജ്യമായ പോഷകങ്ങൾ ലഭിക്കുന്ന ആഹാര രീതി കൈക്കൊള്ളേണ്ടതുണ്ട്. അമിത പോഷണവും പോഷകാഹാരവും കുറവും ശരീരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. മോശം കൂട്ടുകെട്ട്, പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, ലൈംഗിക ചൂഷണങ്ങൾ, പ്രലോഭനങ്ങൾ തുടങ്ങിയവയിൽ പെട്ടുപോകാതിരിക്കുവാൻ പ്രത്യേക ജാഗ്രത പുലർത്തുമല്ലോ. ഇനി പഠനത്തിലും വിവിധ മേഖലകളിലെ അറിവുകൾ സമ്പാദിക്കുന്നതിന് നവമാധ്യമങ്ങൾ സഹായിക്കുന്നു. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ വേണം ഇവയെ പ്രയോജനപ്പെടുത്തേണ്ടത്. കൂടുതൽ സമയം സ്ക്രീനിൽ കണ്ണുനട്ടിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി കൗമാരം സാധ്യതയുടെ കാലം കൂടിയാണ്. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളിലെ പങ്കാളിത്തം വ്യക്തിത്വ വികസനത്തിനും സേവന മനോഭാവം വളർത്താനും സഹായിക്കും. നല്ല സൗഹൃദങ്ങൾ നമ്മുടെ മാനസികമായ ഉല്ലാസത്തിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. നാം തനിച്ചല്ല, മറിച്ച് നമ്മുടെ പ്രതീക്ഷയ്ക്കൊപ്പം കൈത്താങ്ങായി രക്ഷിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയ ഒട്ടനവധി പേർ ഉണ്ട് എന്ന കാര്യം കൂടി വിസ്മരിച്ചുകൂടാ. ഇതൊക്കെ കുട്ടികൾക്കുള്ള ഒരു മോട്ടിവേഷൻ ആണ് കേട്ടോ. ഇനി ഇവിടെ വിലയിരുത്താം എന്നുള്ള ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യനിലെ ലൈംഗികാവയവങ്ങളുടെയും അനുബന്ധ ഭാഗങ്ങളുടെയും കുറിച്ചുള്ള പട്ടിക ബോക്സിൽ നിന്ന് ഉചിതമായ തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കുക എന്നാണ് കേട്ടോ. ഉചിതമായവ തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ, സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ, ധർമ്മം. ഇവിടെ ഒന്നാമത്തെ നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതാൻ പറ്റുന്നത്?
പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ധർമ്മം എന്താ നമുക്കറിയാം, പൂംബീജവും ലൈംഗിക ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെ, പൂംബീജവും ലൈംഗിക ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? വൃഷണം, വൃഷണസഞ്ചി, ലിംഗൊക്കെ എന്താണ് പ്രധാന ഭാഗങ്ങളാണ്. ബീജോത്പാദനം നടക്കുന്നത് വൃഷണത്തിലാണ് അല്ലെ. ഇനി സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ ധർമ്മം എന്തായിരുന്നു? അണ്ടവും സ്ത്രീ ലൈംഗിക ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അണ്ടാശയം, അണ്ടവാഹിനി, ഗർഭാശയം, യോനി എന്നിവയാണെന്ത് പ്രധാന ഭാഗങ്ങൾ. ബീജോത്പാദനം നടക്കുന്നത് അണ്ടാശയത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതാനാണ് കേട്ടോ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തെറ്റായിട്ടുള്ള രണ്ട് പ്രസ്താവനകൾ എയും അതുപോലെ എന്താണ് ബിയും ആണ് കേട്ടോ. അതായത് മനുഷ്യനിലെ ബീജോത്പാദക കോശങ്ങളിലെ ക്രോമസോം സംഖ്യ 46 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 23 വേണ്ടത്. മനുഷ്യനിലെ ബീജകോശങ്ങളിലെ ലിംഗകോശങ്ങള് ക്രോമസോം സംഖ്യ എത്ര? 23 കേട്ടോ വേണ്ടത്. 23 വേണ്ടത്. എന്നാല് മനുഷ്യ സിക്താണ്ഡത്തിലെ ക്രോമസോം സംഖ്യ 92 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ തെറ്റുള്ളത്? മനുഷ്യ സിക്താണ്ഡത്തിലെ ക്രോമസോം സംഖ്യ 46 വേണ്ടത് കേട്ടോ. സിക്താണ്ഡത്തിലെ ക്രോമസോം സംഖ്യ 46 വേണ്ടത്. അതുപോലെ എന്താണ് ബീജകോശങ്ങളിലെ ക്രോമസോം സംഖ്യ 23 ആണുള്ളത്. ഓക്കെ, ബാക്കി രണ്ട് പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഇനി അടുത്തത് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് ഇവിടെ. ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ്. പുരുഷൻ, സ്ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട്. പുരുഷനിൽ ഊനഭംഗം നടക്കുന്നുണ്ട്. അതുപോലെ പിന്നെ എന്താണ് ഇവിടെ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പുരുഷനിൽ ഊനഭംഗം നടക്കുന്നില്ല. ഊനഭംഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് മിയോസിസ്. പുരുഷനിൽ എന്താണ് ഊനഭംഗം? പുരുഷ ബീജം. ഇതുപോലെ 23 ക്രോമസോമുകളാണ് ഉണ്ടാവുക, 23 ക്രോമസോമുകൾ. സ്ത്രീയിൽ എന്താണ്? സ്ത്രീയിലെ ഊനഭംഗം എന്താണ് നമുക്കറിയാം, അണ്ടം അതുപോലെ 23 ക്രോമസോമുകൾ. അണ്ടവും 23 ക്രോമസോമുകളാണ്. ഇവിടെ നമുക്കറിയാം എന്താണ് ബീജവും 23 ക്രോമസോമുകൾ. പിന്നെ ബീജ സംയോഗത്തിന് ശേഷം എന്താണ് എത്ര ക്രോമസോമുകളുള്ള സിക്താണ്ടായിട്ടാണ് മാറുന്നത്? 46 ക്രോമസോമുകളുള്ള സിക്താണ്ടായിട്ട് മാറുന്നു. 46 ക്രോമസോമുകളുള്ള സിക്താണ്ടായിട്ട് മാറുന്നു. പിന്നീട് ക്രമഭംഗം നടന്നു. പിന്നെ എന്താണ് ശിശുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇത്രയാണ് ഈ ഒരു ഫ്ലോ ചാർട്ട് ഉള്ളത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. Okay friends, thank you.